ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. റംസാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കൻ 200 ഗ്രാമാണ്. ഇതുപോലെ ചെറുതായി കട്ടാക്കിയിട്ട് എടുത്തതാണ്. നല്ലപോലെ കഴുകി വെള്ളമൊക്കെ ആറിയിട്ട് പാത്രത്തിലേക്ക് മാറ്റിയതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 മുറി ചെറുനാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ കുഴച്ച് റെഡിയാക്കണം. നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ തന്നെ പൊരിച്ച് റെഡിയാക്കാം. ഇത് പൊരിച്ചെടുക്കേണ്ടതാണ്. അങ്ങനെ ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ പൊരിച്ചെടുക്കണം. നല്ലപോലെ പൊരിഞ്ഞ് കിട്ടും, നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് നല്ലപോലെ പൊരിച്ചെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. റംസാനൊക്കെ എണ്ണയൊന്നും ഇല്ലാത്ത നല്ലൊരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ്, പിസ്സൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടുന്നതിന്. അങ്ങനെ ചിക്കനൊക്കെ നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് എണ്ണയൊക്കെ വറ്റി വരാൻ വേണ്ടി കുറച്ചുകൂടി ഇളക്കണം. അങ്ങനെ നല്ല മൊരിഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെജിറ്റബിൾസാണ്. ഇത് വേണമെങ്കിൽ ചിക്കൻ പൊടിച്ചിട്ട് എടുക്കാം, ഞാൻ പൊടിക്കാനൊന്നും നിന്നില്ല. അങ്ങനെ ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതും 1/2 കപ്പ് കാബേജ് ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 മുറി തക്കാളിയാണ്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മല്ലിയില, പിന്നെ 1/2 ടീസ്പൂൺ ഓറിഗാനോ, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട്. അങ്ങനെ അതും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചീസാണ്. ഗ്രേറ്റ് ചെയ്ത ചീസ് ചെറുതായി കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം. അങ്ങനെ അതും ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചീസാണ് ഞാൻ ചേർക്കുന്നത്, മോസറല്ല ചീസ്. അങ്ങനെ അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് പാകപ്പെടുത്തിയിട്ട് എടുക്കണം. ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട്. ചീസിനൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ അത് റെഡിയായി. ഇനി നമുക്കിതിന് വേണ്ടത് ഗാർലിക് ബട്ടറാണ്. അതിന് 1/2 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ഇതുപോലത്തെ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എൻ്റെയൊക്കെ സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു. ചെറിയ ബ്രെഡങ്ങ് നല്ലതാണ്. ഫ്രഷ് ബ്രെഡ് തന്നെ എടുക്കാൻ നോക്കണം. തലേ ദിവസത്തെ ബ്രെഡാണ് ഞാൻ എടുത്തത്, അതുകൊണ്ട് കുറച്ച് പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിലേക്ക് ഗാർലിക് ബട്ടർ ഇങ്ങനെ പുരട്ടി കൊടുക്കണം. ബ്രഷ് കൊണ്ട് എല്ലായിടത്തും തടവി കൊടുത്ത് അതിലേക്ക് മസാല വെച്ച് കൊടുക്കേണ്ടതാണ്. അങ്ങനെ നമുക്ക് ഇതിലേക്ക് നടുവിലായി മസാല ഇങ്ങനെ വെച്ച് കൊടുത്ത് ആ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി എടുക്കേണ്ടതാണ്. ഇനി ടൂത്ത് കുത്തി കൊടുത്ത് അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ആ വീഡിയോ എൻ്റെ നിന്ന് വിട്ടുപോയി, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് നടുവിൽ ടൂത്ത് കുത്തി കൊടുക്കേണ്ടതാണ്. ഇതിന് മുകളിലായി ബട്ടർ പുരട്ടി കൊടുക്കണം. അങ്ങനെ എല്ലാം ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ ചീസൊക്കെ മെൽറ്റായി കിട്ടാൻ വേണ്ടി റോസ്റ്റ് ചെയ്തെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഈ ബ്രെഡ് കൂട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ചെറിയ തീയിൽ വെച്ച് കൊടുക്കേണ്ടതാണ്, കരിഞ്ഞു പോകും അല്ലെങ്കിൽ ബ്രെഡിൻ്റെ അടിയൊക്കെ. ചീസ് മെൽറ്റായി കിട്ടുമ്പോൾ തന്നെ ഒഴിവാക്കണം, തീ ഓഫാക്കി പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ അടിയൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ മൂടി വെച്ച് മെൽറ്റാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളെ ബ്രെഡൊക്കെ നല്ല മൊരിഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ഇതിലേക്ക് ഞാൻ ഓറിഗാനോ ചേർക്കുന്നുണ്ട്, ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. ഓറിഗാനോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. പിസ്സൻ്റെ അതേ ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. താങ്ക് യു.